നമ്മുടെ തടിയൊക്കെ ഇതുവരെ ദ്രവിച്ചിട്ടില്ല. എത്ര വർഷം പഴക്കമുള്ള പാലാണെന്ന് നോക്കിയാണ്. യാ മോനെ പൊളി കണ്ട. ഇത് രസമാണ് നോക്കിയേ. റിസ്ക്കാണ്. വീണ കായലിലാണ്, ഒരു പേടിയും വേണ്ട, വെള്ളത്തിലാണ് വീണേ. ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സമയം ഏകദേശം 5:45 എങ്കിലും നേരം വെളുത്തിട്ടില്ല, വെട്ടം വീണ് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ സൈക്കിൾ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കരുനാഗപ്പള്ളിയൊരു സ്പോട്ട്, ഒരു അത്യാവശ്യം നല്ല നേരം വെളുത്തൊരു നല്ല രസമാണ് കാണാൻ. അവിടേക്കാണെന്ന് പോകുന്നത്. അന്നേരം നേരം വെളുക്കുന്നതനുസരിച്ച് അടുത്ത വീഡിയോ നമ്മൾ പുറത്തിറങ്ങുമ്പം അടുത്ത് ഷൂട്ട് ചെയ്യാം. ഇപ്പോഴേ ഒരു 6:15 ആകാതെ നല്ലപോലെ വെട്ടം വീഴുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് നടക്കാം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ആ വഴിക്കായി. നമ്മളുടെ എന്നിട്ടും നേരെ അധികം വെള്ളം. ഞാനിപ്പോൾ ഒരു ലൈറ്റിൻ്റെ കീഴിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമുക്ക് പോകേണ്ട എക്സാക്റ്റ് ലൊക്കേഷൻ ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 6 കിലോമീറ്റർ മേലെയുണ്ട്. 6 കിലോമീറ്റർ മേലെയുണ്ട്. ഇതാണ് പോകേണ്ട വഴി. 6 കിലോമീറ്റർ. ഇനി 6 കിലോമീറ്റർ കൂടെ ഉണ്ട്. നമുക്ക് അടുത്തോട്ട് പോയി നന്നായിട്ട് വെട്ടം വീഴുമ്പം വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിനടുത്തേ വരും. ഇത് ബോയ്സ് സ്കൂളാണ്. ഞാനിവിടെ അല്ല പഠിച്ചത്, ഞാൻ മോഡലിലാണ് പഠിച്ചത്. ഇത് ടൗൺ ക്ലബ്ബ് കരുനാഗപ്പള്ളി. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഇപ്പം കഴിഞ്ഞ 3 വീഡിയോകളുടെ എല്ലാവരും അഭിപ്രായങ്ങളും എല്ലാം അറിയിച്ചതിൽ വളരെ സന്തോഷം. വീഡിയോയുടെ പോരായ്മ എടുത്ത് പറഞ്ഞതിലും വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എടുത്ത് പറയുക. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ പരിഹരിക്കാം. എൻ്റെ ആ മേളിൽ കൂടെ പോകുന്ന നാഷണൽ ഹൈവേ ആണ്. അതിൻ്റെ താഴേക്കൂടാണ് നമ്മൾ പോണത്. ഗൂഗിൾ മാപ്പ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി കുറച്ചേ ഉള്ളൂ. ഇനി ഏകദേശം 2 കിലോമീറ്ററിനടുത്തേ വരുന്നുള്ളൂ. രാവിലെ എഴുന്നേറ്റ് സൈക്കിൾ ചവിട്ടുന്ന അടിപൊളിയാട്ടാ. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും വിയർത്തൊരു വഴിയാവും. അല്ലെ 10, 11, 12 മണിയാവും എഴുന്നേക്കാൻ ചിലപ്പോൾ. ഇത് വഴിയാണോ തോന്നുന്നു? ഇത് വഴിയാണ്.
ഇനി ഒറ്റ റോഡാണ്, ഇവിടുന്ന് ഒറ്റ റോഡ് ചവിട്ടി ഞാൻ പോയാൽ മതി. ആ കാണുന്ന കായലാണ് കേട്ടോ, കായലിൻ്റെ സൈഡിലുള്ള റോഡാണ്. ഇനി ഒറ്റ റോഡാണ്. അപ്പം അവിടെ പാലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. ഞാൻ അവിടെ കരുനാഗപ്പള്ളിലൊന്നും വലുതായിട്ട് ഷൂട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞാൽ അന്നേരം ഒന്നും ലൈറ്റിംഗ് ഇല്ല. നമ്മൾ പിന്നെ കാര്യം ഇവിടെ എത്താനും താമസിക്കും. നമുക്ക് തിരിച്ച് പോകുന്ന ബാക്കിന് അവിടെ എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കുക. അടിപൊളിയാണ്, അടിപൊളി. ഇവിടെ നിന്നായിരുന്നേ അടിപൊളിയായിട്ട് വ്യൂ കാണാം, പക്ഷേ അതൊരു വീടാണ്, അതാണ് പ്രശ്നം. ഇതുവഴിയാണ് കയറിപ്പോണ്ടത് അങ്ങോട്ട്. ഇത് കണ്ട ആ പാലത്തിൻ്റെ പാളമാണ് ഈ പോയേക്കണത്. ഇതിലെ സൈക്കിള്, സൈക്കിളോട്ട് പോയി നോക്കാം. ഞാനിങ്ങോട്ട് വന്നപ്പോഴേ ഇതിലെ 3-4 പേര് ഇതിലെ വരുന്നുണ്ടായിരുന്നു. അവർ നടക്കാൻ ഇറങ്ങിയ ടീംസാണെന്ന് തോന്നുന്നു. ഇതിലെ പോകാം, സൈക്കിളെ ഔട്ടാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ നേരെ പോവും, അല്ലെങ്കിൽ കായലിൽ കാണും. കുഴപ്പമില്ല, ഇച്ചിരി അഡ്വഞ്ചറാണ്, സീനില്ല. എൻ്റെ കുഞ്ഞ് കുഴപ്പമില്ല. എൻ്റെ മോനെ പൊളി കണ്ട. ഇത് രസമാണ്, നോക്കിയേ, അടിപൊളിയല്ലേ. ഇതിലെ സൈക്കിൾ ചവിട്ടി പോകുന്നത് ഇച്ചിരി റിസ്ക് ഉള്ള പണിയാണ്. കാരണം പോകുന്നവർ സൂക്ഷിച്ച് പോവുക. കൊള്ള അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇത് ഫോട്ടോ എടുക്കാൻ പറയുന്ന സ്ഥലമാണ് പിള്ളേർ. കാരണം ആ പിള്ളേർ മെയിൻ ഫ്രീക്കന്മാർ ഫോട്ടോ എടുക്കാൻ പറയുന്ന ഒരു സ്പോട്ടാണിത്. പിന്നെ നമ്മളിറങ്ങുന്നു, ചാടുന്നു. താഴെ വീണാ തീർന്നത്. കുഴിയാണ് ഇവിടെ എല്ലാം കുഴിയാണ്. ഇതാണ് പാളം. താഴെ വീണാലും അത് ഞാൻ വീഡിയോയ്ക്ക് കൊണ്ടുവരുന്നതായിരിക്കും, അതും മാറ്റത്തില്ല. ഞാൻ പറഞ്ഞ വീഴാതിരിക്കട്ടെ, വീണാൽ ചിലപ്പം പിന്നെ ഇറങ്ങേണ്ട അവസ്ഥയാണല്ലോ. പാളത്തിൽ കൂടെ സൈക്കിളെ വിട്ടാണ്. തടിയൊക്കെ ഇതുവരെ ദ്രവിച്ചിട്ടില്ല. എത്ര വർഷം പഴക്കമുള്ള പാലാണെന്ന് നോക്കിയാണ്. റിസ്ക്കാണ്. ഇപ്പം താഴെ കിടന്നേനെ. എത്തിപ്പോയി. മോനെ പൊളി. അങ്ങനെ ഫൈനലി എത്തി. ഇതാണ് സ്പോട്ട്.
അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അവസാനം നമ്മുടെ ആ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇതേ നോക്കിയേ, അടിപൊളി സ്ഥലമാണ്, അടിപൊളി വൈബാണ്. വേണ്ട ഇതുണ്ട്. ഇത് അത്യാവശ്യം ധൈര്യമുള്ളവർ മാത്രം ഇതിലേ വരിക. കുട്ടികളെ ഒന്നും കൊണ്ടുവരാതിരിക്കുക. പോയി കഴിഞ്ഞാൽ തീർന്നു. അടി കായൽ, നല്ല പില്ലറൊക്കെ ഇട്ടേക്കൊണ്ട് നല്ല ആഴമാണ്. ഇത് നമ്മളെ KML പോയിരുന്ന പാലല്ലേ? കൽക്കരി 96 തൊട്ടേ അതുകൊണ്ട് ഇപ്പം കൽക്കരി. ഇത് ബ്രിട്ടീഷുകാർ പണിഞ്ഞാണോ? അല്ലേ, ഗവൺമെന്റ് പണിഞ്ഞല്ലേ? പക്ഷെ നല്ല പണിയായിരുന്നു തോന്നുന്നു. ആ, ഇപ്പോഴത്തെ പണിയുടെ കൂട്ടല്ല, നല്ല പണിയായിരുന്നു. എത്ര ടണ്ണ് സാധനം. ആ, കൽക്കരി ട്രെയിൻ. ഇവിടുന്ന് അങ്ങോട്ട് ഇതിന്റെ അവശിഷ്ടങ്ങളൊന്നും അങ്ങോട്ട് നമ്മുടെ കരുനാപ്പള്ളി ഭാഗത്ത്. ആ, കരുനാപ്പള്ളി നമ്മുടെ ജോയിന്റിങ് അല്ലേ? നല്ല നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാൻ. ചേട്ടൻ്റെ വീട് എവിടെ തന്നെയാണ്? ഓ, ആ കാണണേ തൊട്ടഴകി. ആ ആ, നല്ല രസമുണ്ട് രാവിലെ കാണാൻ. ഇത് പണ്ട് കാലത്ത് ഇവിടുന്ന് KML മറ്റേ കൽക്കരി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാളമാണ്. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല, വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. പിന്നെ അത്യാവശ്യം ഫോട്ടോഷൂട്ടിനൊക്കെയുള്ള പിള്ളേരാണ് ഇവിടെ വരുന്നത്. ഈ ഒരു വൈബ് കാണാനാണ് നമ്മൾ രാവിലെ ഇറങ്ങി പുറപ്പെട്ടത്. നൈസല്ലേ? പൊളി സ്ഥലമാണ് മോനെ, ഒരു രക്ഷയില്ല. ഇതേ സൈക്കിൾ കണ്ട് അവിടെ ഇരിക്കണം. ഇവിടെ വന്നതിൻ്റെ 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, നമുക്ക് ഈ സ്പോട്ട് കാണിക്കുക. രണ്ടാമത്, ഇവനൊരു പേരിടുക. ഒരു പേര് ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതിൻ്റെ കാരണങ്ങളും ഞാൻ പറയാം. അതിന് മുമ്പ് എനിക്കിച്ചിരി കടിഞ്ചായ കുടിക്കണം. കടിഞ്ചായ എന്ന് പറഞ്ഞാൽ പലയിടത്ത് സുലൈമാനി എന്ന് പറയും, ചിലയിടത്ത് കട്ടൻ എന്ന് പറയും. ഇച്ചിരി നേരം ഇവിടെ ഇരിക്കാം. ഇത് പാലത്തിൻ്റെ തൂണാണ്. അങ്ങനെ ഫൈനലി എത്തി. കൊള്ളാം, രാവിലെ കൊള്ളാം, അടിപൊളി. വന്നതൊട്ടും മോശമായില്ല. ഞാനിവിടെ രാവിലെ അങ്ങനെ വന്നിട്ടില്ല. ഇത് വന്നിട്ടും ദേ ആ പൊട്ട് പോലെ കാണണ്ട, അത് ചന്ദ്രനാ. പുള്ളി ഇതുവരെ പോവാറായില്ലേ, കാക്ക പറക്കുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മുടെ സൈക്കിളിന് പേരിടുന്നവർ. അങ്ങനെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ പഴയ ഒരു ഇരട്ടപ്പേരാണ്. ഏകദേശം 2012, അതായത് ഞാൻ മോഡൽ സ്കൂളിൽ 6ാം ക്ലാസ് പഠിക്കുന്ന സമയം. അതാണ് മറ്റേ ഡാദടിയ സിനിമ ഇറങ്ങി. അതിനുശേഷം ആ ഡാദടിയ സിനിമയിലെ ആ പയ്യനില്ലേ, ആ വലിയ തടിയൻ്റെ ചെറിയ റോൾ അഭിനയിക്കും. ആ പയ്യൻ്റെ മുഖവും എൻ്റെ മുഖവും തമ്മി ഏകദേശം ഒരുപോലെ ഉണ്ട പോലിരിക്കണം. എടാ നിൻ്റെ മത്തങ്ങ പോലെ രണ്ടുപേരും ഒന്ന് തന്നെ, നീ ആയിരുന്നു അതിൽ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് തൊട്ട് വീണ പേരാണ് ലൂക്കാച്ചൻ. അന്നൊക്കെ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഏകദേശം മോഡൽ സ്കൂൾ വിട്ടപ്പോൾ ആ പേരാരും പിന്നെ ഓർക്കാൻ നിന്നില്ല. കാരണം ഞാൻ +1ഉം +2ഉം വേറെ സ്കൂളിൽ ദൂരെ മഠത്തിൽ സ്കൂളിലാണെന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. അന്നേരം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇതേക്കൂട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ച്, ലൂക്കാച്ചാന്നും പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച്. അന്നേരമാണ് ആ പേര് പിന്നെ ഞാൻ ഓർത്തത്. അന്നേരം കൊള്ളാലോ പേര്. അങ്ങനെ അത് നമ്മുടെ കൂടെയുള്ള
നമ്മുടെ യാത്രകൾക്കൊക്കെ നമ്മുടെ കൂടെ ഉള്ള അവന് കൊടുത്തു. അവൻ്റെ പേര് ഇനി ലൂക്ക എന്നാണ്. ലൂക്ക. അവിടെ വെള്ളനാതുരുത്ത്, അവിടെ ആലിങ്കടവ് നമ്മൾ കഴിഞ്ഞ ഇതിന് പോയത്. പിന്നെ അങ്ങോട്ടുണ്ട് അവിടെ ഒരു വള്ളം കിടപ്പുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇനി നൈസിന് തെറിക്കാം. പോകാനൊരു മനസ്സുമില്ല, അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. രാവിലെ വന്ന് നിൽക്കാൻ അടിപൊളിയാണ്. വൈകിട്ട് ഫോട്ടോ എടുക്കാൻ വരുന്നവർക്ക് വൈകുന്നേരം സെറ്റാണ്. പക്ഷെ ഇത് കാണാനായിട്ട് വരുവാണെങ്കിൽ രാവിലെ വരണം. രാവിലെ വന്നാലേ കാര്യമുള്ളൂ. നമ്മുടെ ലൂക്കയെ നമ്മൾ പാലത്തിലേക്ക് കയറ്റി വെച്ചേക്കാണ്. തെന്നി പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നെ നടന്നു കൊണ്ടി വരും. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. ഞാൻ അധികം വന്നിട്ടില്ല, പക്ഷെ രാവിലെ വന്നപ്പോൾ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ഇവിടെ എല്ലാം ഇറങ്ങി ചില സ്ഥലങ്ങളിൽ ഇറങ്ങണം. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്, നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇനി ഹൈവേ ചെന്ന് കയറുക, അവിടെ നേരെ വീട്ടിലേക്ക്. അതിന് മുമ്പ് നമ്മൾ കരുനാഗപ്പള്ളിയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാം, പറ്റുമെങ്കിൽ പറയാം. അപ്പോൾ ഇത് രണ്ട് സൈഡും ഏകദേശം കാട് പോലുള്ള അവസ്ഥയാണ്. കാര്യം ഇവിടെ ഒറ്റപ്പെട്ട വീടുകളും പിന്നെ വീടുകൾ വളരെ കുറവായി വഴിയിൽ. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്ററിനടുത്തുണ്ട് ഹൈവേയിലേക്ക് എത്താൻ. നമ്മളവിടെ നിന്ന് ഹൈവേ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് കയറിയില്ലേ ആ വഴി. അവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ. എന്തൊക്കെയായാലും കൊള്ളാം, അടിപൊളി സ്ഥലം, ഒരു രക്ഷയില്ലായിരുന്നു. അതിനകത്ത് കയറി നടന്നു പോകുമ്പോൾ ചെറിയ പേടി തോന്നും, പക്ഷേ സീനില്ല, നടുക്കൂടെ അങ്ങ് പോയാൽ മതി. അങ്ങനെ പെട്ടെന്നൊന്നും ആക്സിഡൻറ്റ് ആർക്കും ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധിച്ച് പോകണം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ചവിട്ടി തെന്നി വല്ലതും പോയി കഴിഞ്ഞാൽ തല വന്നൊന്നേ താഴെ അടിക്കും, അത് ഉറപ്പാണ്. പിന്നെ കുട്ടികളുമായിട്ട് മാക്സിമം അതിലെ നടക്കാതിരിക്കും. ഞാൻ പിന്നെ ഇങ്ങോട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം 2 കപ്പിൾസ് വന്നു. അവർ പറഞ്ഞു വൈഫിനെ ഇതുവരെ ഈ സ്ഥലം കാണിച്ചിട്ടില്ല, പുള്ളി കല്യാണം കഴിച്ചിട്ട് ഏകദേശം 10 വർഷമായി, ഇതുവരെ സ്ഥലം കാണിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അവർ നടക്കാൻ പോയ പോക്കിന് അവിടെ വന്നേ. അപ്പോൾ നമ്മളിത് ഹൈവേയിലെത്തി. ഇനി ഹൈവേക്ക് ഒരു ഒറ്റ വഴിയാണ്. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മാള്, കരുനാഗപ്പള്ളി. ഇത് 2014 മമ്മൂക്കയാണ് ഈ മാൾ ഉദ്ഘാടനം ചെയ്തത്. അന്നിവിടെ ജനസാഗരമായിരുന്നു. വെച്ചാൽ ഒരു തുള്ളി മണ്ണ് നുള്ളിയിട്ട ആൾക്കാരുടെ തല വീഴും. പക്ഷെ ഇപ്പോൾ വലിയ കാര്യമില്ല. ലോക്ക്ഡൗണൊക്കെ ആയതിനു ശേഷം അതിന് മുമ്പേ തന്നെ പല്ല് കൊഴിഞ്ഞ സിംഹമാണ് മാള്. ഇവിടെ അധികം പരിപാടികൾ കാര്യങ്ങളൊന്നും വെക്കാറില്ല. അതുകൊണ്ട് ഇപ്പം പൊതുവെ അതിനകത്ത് വലിയ ആളോ തിരക്കൊന്നുമില്ല.
അതെ ഇതാണ് രാജധാനി. അപ്പോൾ ആ മേളിൽ ഇങ്ങനെ പുള്ളിയെ കണ്ട കാണാൻ പറ്റില്ല. ദുൽഖർ സൽമാനാണ് പുള്ളി. കഴിഞ്ഞ വർഷം ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഇവിടെ ഫുള്ള് തിരക്കായി, ഭയങ്കര ആളായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ഇതിനിടയിൽ ഒരു ചെറിയ കൊടിയൊക്കെ ആയിട്ട്. എന്നുവെച്ചാൽ മറ്റേ തുണിക്കകത്ത് പ്രിൻ്റ് ചെയ്യുന്ന കൊടിയില്ലേ പുള്ളിയുടെ. പക്ഷേ അമ്മമാരെല്ലാം ഷൂട്ട് ചെയ്തു, പക്ഷേ എന്നെ മാത്രം ഷൂട്ട് ചെയ്തില്ല. കൊടി മാത്രം ഷൂട്ട് ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് നാറികൾ. അങ്ങനെ പുള്ളിയും വന്നു. പിന്നെ ഇനി ഇപ്പുറത്ത് ലാലേട്ടൻ വന്ന സ്ഥലമുണ്ട്, അതും കഴിഞ്ഞ വർഷമായിരുന്നു തോന്നുന്നു. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ ഒരുപാട് പുരോഗമനങ്ങളൊക്കെ ആയി കരുനാഗപ്പള്ളിയിൽ. ഞാൻ പറഞ്ഞില്ലേ ലാലേട്ടൻ വന്നൊരു സ്പോട്ട് ഉണ്ടെന്ന്. അത് ഇതാണ്. എൻ്റെ ഉദ്ഘാടനത്തിനാണ് പുള്ളി വന്നത്. അന്നും ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര ജനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അന്ന് എനിക്ക് പുള്ളിയെ കാണാൻ വരാൻ പറ്റിയില്ല. അന്നേരം ഈ കോളേജ് ക്ലാസ്സുള്ള ടൈമിലായിരുന്നു പുള്ളി വന്നത്. ഇത് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനാണ്. പുതിയ വണ്ടി കിടക്കുന്നു. പോലീസ് സ്റ്റേഷൻ കണ്ടില്ല. പിന്നെ അതെ സിഗ്നല്. അതൊരു അമ്പലം കേട്ടോ. ഇതാണ് ബോയ്സ് സ്കൂള്. ഇതിന് പുറയിൽ അവിടെയാണ് ഗേൾസ് സ്കൂൾ. അത് ഇതിൽ ഈ വഴി പോകണം ഹൈസ്കൂൾ ജംഗ്ഷന്. പിന്നെ ഈ കാണുന്ന കട ഉണ്ടോ, ഇതാണ് കരുനാഗപ്പള്ളിയിലെ ഫസ്റ്റ് വന്ന ഏറ്റവും വലിയ ഘട്ടം. ഇത് കണ്ട തൈപ്പെട്ടിക്കൂട് പോലെ അടുക്കി വെച്ചേക്കാം. കണ്ട എത്ര ഇതുണ്ട്, 1 2 3 4 5 നിലയുണ്ട്. ഇതിൻ്റെ പേര് യൂണിവേഴ്സൽ ബുക്ക് സ്റ്റാൾ എന്നാണ്. പക്ഷെ ഇതങ്ങനെ പറഞ്ഞാൽ അറിയില്ല ആർക്കിടയിലും. സിദ്ദീഖിൻ്റെ കട എന്നാണ് ഇതിന് പറയുന്നത്. അത് പുറത്ത് എന്ന് വെച്ചാൽ കരുനാഗപ്പള്ളിക്കാരല്ലെങ്കിലും പുറത്തുള്ളവർ അങ്ങനെ തന്നെയാണ് പറയണത്. അന്നേരം ഈ പേര് കൊണ്ട് ഇതിന് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇത് പറഞ്ഞല്ലോ ബോയ്സ് സ്കൂൾ. എന്ത് ഇവിടെ DTPC ഗ്രീൻ ചാൽ 4 കിലോമീറ്റർ. ഗ്രീൻ ചാനൽ നമ്മുടെ ഗ്രീൻ ചാനലില്ലേ, അത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് 4 കിലോമീറ്റർ. നമ്മുടെ പോലുള്ള ഒരാൾ പോകണുണ്ടോ, പുള്ളി സൈക്കിളിലോട്ട് ഇറങ്ങിയാണെന്ന് തോന്നുന്നു. നേരത്തെ കുറേ പിള്ളേർ പോയി, അന്നേരം ഞാൻ ഇറങ്ങി അവിടെ നിന്നത്. അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് അമ്മ പോയി. ഭയങ്കര ഒറ്റ വണ്ടിയുടെ, രാവിലെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെച്ച് പറത്തുകയാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്. എന്നുവെച്ചാൽ 5 തൊട്ട് 10 വരെ ഇവിടെയാണ് പഠിച്ചത്. ഇതാണ് മോഡൽ സ്കൂള്. ഇതേണ്ട ആ കാണുന്ന ബിൽഡിങ് കണ്ടോ, ഇത് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറം. അതിപ്പോൾ വന്ന ബിൽഡിങ്ങാണ്, പുതിയ ബിൽഡിങ്ങാണ്. അവിടെ ക്ലാസ്സൊന്നും നടന്നിട്ടൊന്നുമില്ല. അവിടെ അന്നേരത്തേക്കും കോവിഡിൻ്റെ ഇഷ്യൂ ആ ടൈമിൽ അത് ഉദ്ഘാടനമാക്കിയതേ ഉള്ളൂ. ഞാൻ 10 പഠിച്ച ക്ലാസ് വേണ്ട ഈ മരത്തിന് ആ കാണുന്ന ക്ലാസ് ഞാൻ പഠിച്ചു. ഇവരെ വേണ്ട ആ ജനലുണ്ട്, ആ ജനൽ ആ തുറന്നിരിക്കണം. അതായിരുന്നു എൻ്റെ 10ലെ ക്ലാസ് റൂം. എന്നുവെച്ചാൽ 2016 2010 തൊട്ട് 2016 വരെ ഇവിടെ പഠിച്ചത്. 6 കൊല്ലം 5-6
10, 11, 12, 13, 14, 15, 16 6 കൊല്ലം. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഈ ബിൽഡിംഗ് ഇല്ല. ഇത് രണ്ടും പഴയ ബിൽഡിംഗ് ആയിരുന്നു. ഇനി പുറയിലോട്ടുണ്ട്, പക്ഷേ ഇത് അടച്ചിട്ടേക്കുക, കയറാൻ പറ്റില്ല. അതായത് നമ്മളിനിപ്പോൾ കയറാൻ പറ്റില്ല, നമ്മൾ പഠിത്ത് കഴിഞ്ഞില്ല. അപ്പം സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതുപോലെ നടന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് വീഡിയോയ്ക്ക് സപ്പോർട്ട് ഈ വീഡിയോയ്ക്കും തരിക. മറക്കാതെ ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടെ അടിച്ചു വെക്കുക. പിന്നെ ഞാൻ അവിടുന്ന് എടുത്ത ഷോട്ടല്ല ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റ ഐ ഡിയും പിന്നെ അമീസ് ഒറിജിനൽസ് എന്ന ഇൻസ്റ്റ ഐ ഡിയും കൊടുക്കുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഇതിൻ്റെ സപ്പോർട്ട് ആ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ തരിക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പിന്നെയും കാണാം. ദിസ് സൈനിങ് ഓഫ് അമീസ്.